അമ്മാമൻ ഒറ്റയല്ലേ, കല്യാണം കഴിച്ചിട്ടല്ലേ എന്ന് ചോദിക്കണേക്കാൾ എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അങ്കിൾ സിംഗിൾ ആണല്ലേ എന്നുള്ളത്. VK ശ്രീരാമേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എടാ എൻ്റെ കഥ വായിച്ചു, നന്നായിണ്ട് എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് ഇതൊരു 200 പേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരാളും പൈസ കൊടുത്ത് വാങ്ങാൻ സാധ്യതയില്ല. അപ്പൊ തന്നെ എന്നുള്ളൊരു അപായമണി മുഴങ്ങി. ഇതൊരാള് കവിത എന്ന് വിളിച്ചത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാനിതിനെ കവിത എന്ന് വിളിക്കുന്നില്ല. പദ്യത്തിലൊരു സാധനം എഴുതിയിട്ട് ഇവനെ കൊണ്ടൊക്കെ ഇത് വായിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത കൂടി ഇത് എഴുതുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പം അവൻ വായിച്ച് മനസ്സിലായി എന്ന് പറയുന്നത് ഞാനൊരു ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ സന്തോഷത്തോടെയാണ് ഇതിൽ സ്വീകരിച്ചത്. നമ്മൾ പലതരത്തിലുള്ള പ്രണയസങ്കല്പങ്ങൾ വായിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിൽ. എൻ്റെ സുന്ദര സുരഭില നിലാവെളിച്ചമേ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ പ്രണയത്തിൻ്റെ പുണ്യാളത്തി എന്ന് വിളിക്കുന്ന പ്രണയിതാക്കൾക്കിടയിൽ എൻ്റെ പൈപ്പ് റേഞ്ച് എന്ന് വിളിക്കുന്ന ഒരു പ്രണയത്തെ, അല്ലെങ്കിൽ പ്ലംബറായ നായകനെ എൻ്റെ പൈപ്പ് റേഞ്ച് എന്ന് വിളിക്കുന്ന ഒരു കാമുകിയെ സൃഷ്ടിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വാക്കിലേക്ക്, ആ ഒരു വിശേഷണത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആ പ്രണയത്തെ അത് എത്രമാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതിൻ്റെ ഒരു കാര്യം പറയാം. ഇപ്പം ഇതിലിരിക്കുന്നവർക്കൊക്കെ പ്രണയം ഉണ്ടായിട്ടുണ്ടാവും, വിവാഹം കഴിച്ചവരുണ്ടാവും. അവരവരുടെ കാമുകിയെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടാവാം. അത് പൊന്നേന്നായിരിക്കാം, നെഞ്ചേന്നായിരിക്കാം, അല്ലെങ്കിൽ സംതിങ് എൽസ് എന്തായിരിക്കാം. അത് വിളിക്കുന്ന സമയത്ത് അവർക്കത് അത്ര പ്രഷ്യസ് ആണ് ആ വിളി. പക്ഷേ ജോലി എന്നൊരു കാര്യം, തൊഴിൽ എന്നൊരു നിലയ്ക്ക് ഇത്തരത്തിൽ പ്രണയവിളികൾ ഇന്ന് രാവിലെയും വിളിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. കാരണം ഞങ്ങൾക്ക് എഴുതുമ്പോൾ ജീവാംശെന്നും ലൈലാകെന്നും എവിടുന്നെങ്കിലുമൊക്കെ എടുത്ത് എഴുതേണ്ടി വരും. അപ്പോൾ എഴുതേണ്ടി വരുമ്പോൾ ആദ്യം ഫേസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ആ മുമ്പിലിരിക്കുന്ന ഡയറക്ടറും ഉണ്ടാവും, ഒരു മ്യൂസിക് ഡയറക്ടറും ഉണ്ടാവും. ഇവർക്ക് വിളി തന്നെ വേണം. അയ്യോ, ഞാൻ കഴിഞ്ഞതിൽ മുത്തേന്ന് വിളിച്ചതാണ്, അപ്പോൾ നിങ്ങൾ ഇക്കുറി ഒന്ന് എനിക്ക് മാറ്റിത്തരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തരൂല. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഉയരേ എന്ന് പറയുന്നത് കഴിഞ്ഞ പാട്ടിൽ ഉപയോഗിച്ചായിരുന്നു. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ മ്യൂസിക് ഡയറക്ടറുടെ അതിൽ അയാൾ ഉയരേ എന്നുകൊണ്ടായിരിക്കും ഹം ചെയ്തിരിക്കുക. അത് ഡയറക്ടർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, നമ്മൾ നിർബന്ധിതനാവും ആ ഉയരേ വെക്കാൻ, ഇല്ലെങ്കിൽ അത് വല്ലാത്തൊരടിയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പ്രണയോക്തികൾ, ഒരുപാട് പ്രണയ വിളികൾ ഇങ്ങനെ വിളിച്ച് നമ്മൾ ശീലമായതുകൊണ്ട് നമ്മുടെ ഒരു സാധനം വരുമ്പോൾ അതല്ലാത്തൊരു പ്രണയവിളി അവിടെ ഡയറക്ടർ ഇല്ലല്ലോ. മറ്റത് എനിക്ക് മുമ്പിലൊരു ഡയറക്ടർ ഉണ്ട്, ഒരു സ്ക്രീനിങ് അതോറിറ്റി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, മ്യൂസിക് ഡയറക്ടറടക്കം. ഇതല്ലാത്തൊരു വിളിക്കാം. അങ്ങനെ എന്ത് വിളിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഈ ക്യാരക്ടർ ഇവനെ കാണുന്നത് അതിലൊരു ഇതാണ്, ഒരു അടി കഴിഞ്ഞ് മറ്റേ ഒരു പൈപ്പ് റേഞ്ചും പിടിച്ചിട്ട്. കാരണം പ്ലംബറാണ് കഥാപാത്രം, അയാളുടെ ഏറ്റവും വലിയ ആയുധമാണ് ഒരു പൈപ്പ് റേഞ്ച്. ഈ പൈപ്പ് റേഞ്ചും പിടിച്ച് നടക്കുന്ന, ഈ പൈപ്പ് റേഞ്ച് പിടിച്ചിട്ടുള്ള അടി ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൽ. അപ്പോൾ അയാൾ ഈ പൈപ്പ് റേഞ്ചും പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ, അപ്പോൾ അവൾ ആദ്യം അട്രാക്റ്റഡ് ആവുന്നത് അയാളുടെ ആ ഇമേജിലാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ നായികയെ കൊണ്ട് അങ്ങനെ അയാളെ വിളിപ്പിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെയാണ് പൈപ്പ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംബോധന വന്നത്. അതിൽ എന്നിലെ പാട്ടെഴുത്തുകാരനും പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പിന്നീട് ചിന്തിക്കുമ്പോൾ. അതുപോലെ തന്നെ പൈപ്പ് റേഞ്ച് എന്ന വാക്ക് വളരെ മനോഹരമായി ആ വരികളോടൊപ്പം ഇഴുകി ചേരുന്നുണ്ട്. അതേപോലെ ഒരുപാട് ആംഗലേയ പദങ്ങൾ, അപ്പോൾ നമ്മളീ പറയുന്ന പോലെ എപ്പോഴും പറയുന്ന മലയാള ഭാഷയിൽ, മലയാളത്തിൽ തന്നെ എഴുതണം എന്ന് വളരെ തീവ്രമായി വാദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് കവികളെ എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാലും വളരെ 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 നാച്ചുറലായി തന്നെ ഇംഗ്ലീഷ് പദങ്ങളെ, പുതിയ പദങ്ങളെയൊക്കെ കവിതയിൽ ഉൾപ്പെടുത്തുന്ന ഒരുപാട് കവികൾ എൻ്റെ മുമ്പിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാനിതിൽ വായിച്ചു വരുമ്പോൾ ഇടയ്ക്ക് എവിടെയോ ഒരു പോയിന്റിൽ ആ പുള്ളി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചോദിക്കുന്നത് അങ്കിൾ ഇപ്പോഴും സിംഗിൾ ആണോ എന്ന് ചോദിക്കുന്ന ജെൻസി എന്നുള്ള വാക്കുകളൊക്കെ കൃത്യമായി, അതും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു നാടൻ പാട്ടിൻ്റെ താളത്തിൽ ഇംഗ്ലീഷ് പദങ്ങളെ വളരെ സുന്ദരമായി ആ പദങ്ങൾ ആ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന രീതിയിലേക്ക് പലയിടങ്ങളിലും എനിക്കിതിൽ വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മളുടെ ആ ഒരു, കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് വളരെ സ്വാഭാവികമായി കടന്നു വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മുടെ സംസാര ഭാഷയിൽ തന്നെ അത് പോകട്ടെ എന്ന് മനഃപൂർവ്വമായ ഒരു തീരുമാനമായിരുന്നു. അതെ, തീർച്ചയായിട്ടും അതെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പാട്ട് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. അപ്പം നമ്മൾ വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാം, സുന്ദര കോമള പദങ്ങൾ വെച്ച് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരിക്കലും രാധാകൃഷ്ണന് സംസാരിക്കേണ്ടി വരുന്ന ഭാഷ, ഇപ്പോൾ
എന്നോട് സിദ്ധാർത്ഥ് സംസാരിക്കുമ്പോഴും, സിദ്ധാർത്ഥ് മലയാളമാണ് എന്നോട് സംസാരിക്കുന്നത്. സിദ്ധാർത്ഥ് മലയാളത്തിൽ എന്നോട് സംസാരിച്ചത് നാച്ചുറലായിട്ട് ഒഴുകി വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നാച്ചുറലായിട്ട് നമ്മളിൽ ഇത് വരുന്നുണ്ട്. ഇത് നമ്മൾ കുറേ മുമ്പേ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. നാളെ ആരോ എന്നോട് കവി പി രാമനാണ് പറഞ്ഞത് അങ്ങനെ ഇല്ല. അപ്പം ഞാൻ പിന്നീട് ചോദിച്ചു നോക്കിയപ്പോഴും, അതായത് 50 കൊല്ലം മുമ്പൊക്കെ നമ്മൾ ഇന്നത്തെ ജനറേഷനാണ് ഇങ്ങനെ വാക്കിൻ്റെ ഒപ്പം ഇംഗ്ലീഷ് കൂട്ടുന്നത്. 50 കൊല്ലം മുമ്പൊന്നും ഇല്ല എന്ന് വിചാരിച്ച് 50 കൊല്ലം മുമ്പത്തെ ആളുകളോട് സംസാരിച്ച അന്നത്തെ ഭാഷയിലും ഈ ഇംഗ്ലീഷ് നമുക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഇതിൽ വേണ്ടിയിട്ടും വേണ്ടാതെയൊക്കെ ഇംഗ്ലീഷ് കടന്നു വന്നവരും 70 വയസ്സായാലും ഇതുപോലെ ആയിരിക്കില്ല, ഇന്നത്തെ ചില വാക്കുകളായിരിക്കില്ല അന്ന് ഉപയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷും അത്തരത്തിലുള്ള പല വാക്കുകളും കടന്നു വന്ന് ഭാഷയിൽ വന്ന ഒരു ജനസമൂഹമാണ് നമ്മൾ. നമ്മുടെ മലയാളത്തിന് നമ്മൾ ഈ പറയുന്ന പോലത്തെ ഒരു മൗലികതയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടമാണ്. അപ്പോൾ ഇതൊരു സംസാര ഭാഷയാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഒരു ഭാഷ സ്വാഭാവികമായിട്ടും രാധാകൃഷ്ണൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർ സംസാരിക്കുന്നതൊക്കെ ഇത്തരം ഭാഷകളാവും. പിന്നെ ആ ഭാഷകളെ മാറ്റിവെച്ചുകൊണ്ട് ഇതിലേക്ക് ചെയ്യേണ്ട. പിന്നെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് അത് ഈ മീറ്ററിലേക്കാക്കുക, പദ്യമായതുകൊണ്ട് അതിലേക്കാക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയും ചില വാക്കുകളെ ഒഴിവാക്കിയിട്ടുണ്ടാവും, ചില വാക്കുകൾ അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇത്തരം വാക്കുകളെ ഈ നമ്മുടെ മലയാളം മീറ്ററിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്യാനുള്ളൊരു ശ്രമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സാധ്യത പാട്ട് തന്നതായിരിക്കാം എനിക്ക്. പാട്ടിൽ നമ്മളിപ്പോൾ പലതരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സും ചെയ്യേണ്ടി വരും. അങ്ങനെ തന്നൊരു ഇത് വെച്ചിട്ടാണ് ഇതിലും അത് യൂസ് ചെയ്തത്. എന്നാൽ അത് ആളുകൾക്ക് കുറേ കൂടി ഇപ്പോൾ ഈ മറ്റേ അമ്മാമൻ ഒറ്റയല്ലേ എന്ന്, ഒറ്റയ്ക്കാണല്ലേ കല്യാണം കഴിച്ചിട്ടല്ലേ എന്ന് ചോദിക്കണേക്കാൾ എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സിംഗിളാണല്ലേ എന്നുള്ളത്. അതൊരു ജെൻസി എന്നല്ല, അല്ലെങ്കിൽ ഒരു 20 വയസ്സായ 21 വയസ്സായ ഒരാൾ ചോദിക്കാനുള്ളൊരു സാധ്യത അതാണെന്ന് വിചാരിച്ച് ചെയ്തത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, അതായത് നമ്മൾ കാലഘട്ടത്തെ വന്നത് പറഞ്ഞു, പക്ഷേ ഈ കാലഘട്ടത്തിൽ ഫ്ലാഷ് ബാക്കുകളുണ്ട്. കാരണം നമ്മുടെ ഈ പാട്ട് വായിക്കുകയാണെങ്കിൽ ഒരു പാട്ട് നടക്കുന്നത് 2024 പിന്നെ നമ്മൾ 80കളിലേക്ക് പോകും, പിന്നെ നമ്മൾ തിരിച്ചു വരും. അങ്ങനെ ഇങ്ങനെ ടൈമിൽ കാലത്തെ മുന്നോട്ടും പുറകോട്ടുമുള്ള സഞ്ചാരങ്ങൾ വരുമ്പോൾ അത് ഒതുക്കി നിർത്താൻ ഭയങ്കര പാടാണ്. കാരണം ഈ കാലത്തെ നമ്മൾ ഇത്രയും 15 പാട്ടുകളിലേക്ക് ഇത്രയും വിശാലമായ ഒരു ക്യാൻവാസിലുള്ള കാലപ്രവാഹത്തെ ഒതുക്കി നിർത്തുക, അതിനെ മുന്നിലേക്കും പുറകിലേക്കും താളത്തിൽ പോയി വരിക. അപ്പോൾ എങ്ങനെയാണ് ഇത്? കാരണം ഇങ്ങനെ എഴുതി തുടങ്ങിയാൽ ഇതൊരു മഹാകാവ്യം പോലെ വിശാലമാകാനുള്ള എല്ലാ ചേരുവകളും ഇതിലുണ്ട്. പക്ഷേ എന്നിട്ടും 15 പാട്ടുകളിൽ വളരെ സംക്ഷിപ്തമായി ഒതുക്കി നിർത്തുന്നത് ഒരു ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക്കായിട്ട്, ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അല്ല, അങ്ങനെയല്ല, അത് വളരെ സിമ്പിളാണ്. 10 പാട്ട് വായിച്ചപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞേ, ഇത് കവിതയാട്ടാ, അല്ലെങ്കിൽ ആൾക്കാർ വായിക്കുന്നില്ല, നേരെ മറിച്ച് ഇതൊരു 200 പേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരാളും പൈസ കൊടുത്ത് വാങ്ങാൻ സാധ്യതയില്ല എന്ന് കുന്നംകുളത്തുകാരനായിട്ടുള്ള കച്ചവട മനസ്സുള്ള ഒരു സുഹൃത്ത് 10 പാട്ട് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ എന്നിലൊരു അപായമണി മുഴങ്ങി. എന്നിൽ ഒരു എഡിറ്റർ സ്വയം പ്രവർത്തിക്കുകയും അയാളതിൻ്റെ 15 പാട്ടിൽ നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, അതായത് നമ്മൾ ഇത് വളരെ പ്രണയാനുഭവത്തെക്കുറിച്ച് എല്ലാം പറയുമ്പോഴും വളരെ സൂക്ഷ്മമായ രീതിയിലൊരു ജാതിയുടെ രാഷ്ട്രീയം കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം തീയ സമുദായമായിക്കൊള്ളട്ടെ, മണ്ണാൻ കുമാരൻ്റെ മകനായ രാധാകൃഷ്ണൻ ആയിക്കൊള്ളട്ടെ, ഒരു ജാതിക്കപ്പുറമുള്ള ഒരു പ്രണയത്തെ, അല്ലെങ്കിൽ പ്രണയത്തെ എങ്ങനെ ജാതി ബാധിക്കുന്നു എന്നുള്ള തലത്തിൽ കൂടെ ഈ നോവൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ബോധത്തെ കൂടെ ഇതിൽ ഉൾച്ചേർത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അത് മനഃപൂർവ്വമായിരുന്നു, അല്ലെങ്കിൽ അത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണോ? അല്ല, ഇതിന് 2 രീതിയിൽ ഞാൻ ഉത്തരം പറയാം. ഒന്ന്, ഈ ഇതിൽ വളരെ കൃത്യമായിട്ട് ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ തൊഴിലും ജാതിയും റിയലാണ്. ചന്ദ്രിക എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെയും ജാതി റിയലാണ്. അതാണ് ഞാൻ ഈ ഇതിലേക്ക് കൊടുത്തത്. ഇതിൽ വലിയൊരു വിഷയം ജാതി തന്നെയാണ്. പിന്നെ ഞാനത് മനഃപൂർവ്വം ആ കാലഘട്ടമായതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ജാതി മാറിപ്പോയതിൻ്റെ പേരിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജോലി കിട്ടിയ ഒരാൾക്ക് ഞാൻ ജോലി ചെയ്യുന്നില്ല
എന്ന് എഴുതി കൊടുത്ത് തിരിച്ചു പോരേണ്ടി വന്ന ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുപ്പ് കാലം വരെയാണ്. നല്ലൊരു നേതാവിന് ദളിതനായാൽ, ഏത് പാർട്ടിയും ആക്കട്ടെ, ദളിതനായാൽ എല്ലാ മണ്ഡലത്തിലും ജനറൽ സീറ്റിലും മത്സരിക്കാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നും ജാതിയുടെ പേരിൽ ദുരഭിമാന കൊലകൾ നടക്കുന്ന ഒരു കാലത്താണ്. അപ്പം അതുകൊണ്ട് അത് ഇന്നും പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ അതിനെ കീപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എഡിറ്റിംഗ് തുടങ്ങി കഴിയുമ്പോൾ സ്വന്തം വർക്കാവുമ്പോൾ തന്നെ എവിടെ എഡിറ്റിംഗ് നിർത്തണം എന്നെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? മീറ്റർ അനുസരിച്ച് മീറ്ററിൽ ഉൾപ്പെടാൻ പറ്റാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനപ്പുറം നമ്മൾ എഴുതി നിർത്തുന്ന ഒരു അതിന്റെ ഒരു നീളം അതങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്കില്ല. എങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു 10 പാട്ടൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇനി ഇന്നതാണ് എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഇതിനെപ്പറ്റി മാത്രമേ എനിക്കതിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കാരണം ഞാനൊരു ദീർഘമായിട്ടുള്ള നോവലുകളോ ഒന്നും അങ്ങനെ എഴുതി ശീലിച്ച ഒരാളല്ല. അപ്പോൾ ഇത്രയും ഇപ്പം ഇനിയുള്ളത് ഇന്നതാണ്, അത് നമുക്ക് ഇത് ഇവിടെ വച്ച് നിർത്താം എന്നൊരു പൂർണ്ണമായിട്ടുള്ളൊരു തോന്നൽ എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ച് ഞാൻ എഴുതിയ ഭാഗങ്ങൾ വെട്ടിക്കളയുന്ന പ്രോസസ്സൊന്നും ചെയ്തിട്ടില്ല നമുക്ക്. പക്ഷേ പിന്നീട് എത്തുമ്പോൾ നമ്മൾ അതുവരെ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ഈ ചാപ്റ്റർ കഴിയണം, ഇന്ന സ്ഥലത്ത് ഈ പാട്ട് അവസാനിക്കണം എന്നൊരു ചിന്ത ഒരു 8-9 പാട്ട് വരെ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതങ്ങോട്ട് സ്വാഭാവികമായിട്ട് വരികയായിരുന്നു. പക്ഷേ ഒരു 10 പാട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന പാട്ടിൽ ഇത്രയും കാര്യങ്ങൾ, ഇന്ന അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങൾ അവസാനിപ്പിക്കാം എന്നൊരു ഒരു ധാരണ ഞാൻ വെച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും എഡിറ്റിങ്ങിൽ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ചാൽ അടുത്തതിൽ ഇന്നതേയും വയ്ക്കാം എന്നുള്ള രീതിയിൽ അത് 15ലേക്ക് നിർത്തുകയാണ് ചെയ്തത്. ഇപ്പം ചലച്ചിത്ര ഗാനങ്ങൾ എഴുതുന്നതും ഈ പുസ്തകം എഴുതുന്നതും തമ്മിലൊരു നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന പോലെ ഡയറക്ടറുടെ നിയന്ത്രണം ഉണ്ട്. ആ നിയന്ത്രണരാഹിത്യം അല്ലാതെ മറ്റെന്തെങ്കിലും വ്യത്യാസം ഈ എഴുതുന്ന ഒരു പ്രക്രിയയിൽ തോന്നിയിരുന്നു? ഞാനിതിൽ പാട്ട് എന്ന് വയ്ക്കുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഒരു നോവൽ രീതിയിൽ എഴുതിയ ഏറ്റവും വലിയൊരു പാട്ട് എന്ന് പറയുന്നത് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വടക്കം പാട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ റെഫറൻസ്. ചലച്ചിത്രഗാനം എന്ന് പറയുന്നത് നമ്മൾ വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇന്നത്തെ ഒരു രചനയിൽ പ്രത്യേകിച്ചും. കാരണം ഒന്നാമത് ഈണത്തിനനുസരിച്ചാണ് എഴുതുന്നത്. ആ മീറ്റർ ഈണം എന്നുള്ളപ്പം ആ മീറ്റർ സംഗീത സംവിധായകൻ തരുന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് അയാളൊരു സൗണ്ടിങ് തരും. ഈ സൗണ്ടിങ് അപ്പോൾ എൻ്റെ വാക്ക് എ എന്ന് നിന്നാൽ നന്നായിരുന്നു, എൽ എന്ന് നിൽക്കരുത്, അല്ലെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യാതിരുന്നാൽ നന്നായിരുന്നു, പിന്നെ ഹൈയിലേക്ക് പോവുകയാണ്, അപ്പോൾ എല്ലാം സസ്റ്റെയിൻ ആയിട്ടുള്ള വാക്കുകളാണ് അവിടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ ചിലവർ പറയും ഇപ്പോൾ ആദ്യത്തെ വാക്കിപ്പോൾ ഇസ ച എന്നുള്ള അക്ഷരങ്ങളൊക്കെ വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സൗഹൃദം ഇതെന്നും ഒരു സുന്ദര കിസ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിലെ എല്ലാ വാക്കുകളും സ ഷ എന്നുള്ള അക്ഷരങ്ങളിലാണ്. അതങ്ങനെ എൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ എഴുതിപ്പോയതാണ്. അപ്പോൾ അങ്ങനെ കുറേ ക്ലോസസ് ഉണ്ടായിരിക്കും. പിന്നെ ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമുക്കിപ്പോൾ നായകനും നായികയും തമ്മിൽ ചേർന്ന അവർ വളരെ നന്നായിട്ട് ഇടപെട്ടിരുന്ന ഒരു കാലമായിരിക്കാം പല്ലവിയിൽ. അത് കഴിഞ്ഞ് അനുപല്ലവി വരുമ്പോൾ അല്ലെങ്കിൽ ചരണം വരുമ്പോൾ ഒരു ടൈം ലാപ്സാണ്. അവിടെ വല്ലാത്തൊരു ലോസ്റ്റാണ്. ഇവർ വിട്ടുപോയി, അല്ലെങ്കിൽ ഇവർക്കൊരു കുട്ടിയുണ്ടായി, അപ്പോൾ ആ കുട്ടിയോ ഇങ്ങനെ പലതും വരും. അപ്പോൾ അതനുസരിച്ചാവും നമ്മുടെ കൺസ്ട്രക്ഷൻ പോകുന്നത്. മാത്രമല്ല ഈ മീറ്ററിങ് പോലും പല രീതിയിൽ വരും. ഇതിൻ്റെ ഇടയിൽ മ്യൂസിക് വരും. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള വടക്കമ്പാട്ടിൻ്റെയൊക്കെ രീതിയിൽ കഥ പറയുക എന്നുള്ളതാണ്. കഥ പറയുന്ന പാട്ടുകൾ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളിൽ വളരെ കുറവാണ്. അവിടെ കഥ പറയലായിരിക്കില്ല, ചിലപ്പോൾ വിളിയായിരിക്കാം, ആ ഒരു ഇമോഷൻ ജസ്റ്റ് ഒന്ന് ധ്വനിപ്പിച്ചാൽ മതിയായിരിക്കാം. ഇവിടെ കഥ പറയാന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ പാട്ട് എന്ന് പറയുന്നത് രണ്ടിലും ഒന്നാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ വളരെ ഈ പ്രക്രിയയിലും ഞാൻ ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു രീതിയിൽ എഴുതുകയാണെങ്കിൽ ഗദ്യ രീതിയിൽ എഴുതാൻ എന്നൊരു പരീക്ഷണത്തിന് മുതിരാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? ഗദ്യത്തിൽ ഒരു നോവൽ എഴുതൂ എന്ന് ഞാൻ തോന്നുന്നില്ല. ഇനി അഥവാ ഞാൻ ഗദ്യത്തിൽ ഒരു നോവൽ എഴുതുകയാണെങ്കിൽ തന്നെ പദ്യത്തിൽ ഞാൻ ഇനി നോവൽ എഴുതില്ല. കാരണം അതിന് ഈ പറയുന്ന പോലത്തെ
ഇതങ്ങനെ ഞാനൊരു പദ്യത്തിൽ ഇനിയൊരു നോവൽ എഴുതാം എന്ന് വിചാരിച്ചുണ്ടായതല്ല. സ്വാഭാവികമായിട്ട് എഴുതി വന്നപ്പോൾ ഇതിങ്ങനെ ഒരു പാട്ട് നോവൽ എന്നുള്ളതല്ല. പക്ഷെ ഒരു പാട്ട് നോവൽ എന്ന് ഫിക്സ് ചെയ്തിട്ട് എഴുതാൻ നമുക്ക് കുറേ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടെത്തിയ സാധനങ്ങളെ മുഴുവൻ ഇതിലേക്ക് ആക്കൽ വലിയൊരു ഇതാണ്. പിന്നെ അത്രയും വലിയ ബൃഹദായിട്ടുള്ള ആഖ്യാനങ്ങളുടെ സാധ്യത ഇന്ന് അത്രയും വലിയൊരു ഫിക്ഷൻ നമ്മളിങ്ങനെ ഒരു പാട്ടിലേക്ക് ആക്കുമ്പോൾ അതിൻ്റെ സാധ്യത എങ്ങനെയാണ് എന്നുള്ളതും കൂടി എല്ലാ സാധ്യതകളും നമ്മൾ നോക്കണമല്ലോ. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും മുന്നില് ജീവിച്ചിരിക്കുന്നവര് മരിച്ചവരുമായിട്ട് ഒരു മിസ്ഡ് കോളിന്റെ ബന്ധം പോലും ഇല്ലെന്ന് പറയുകയും, പക്ഷെ അതിനകത്ത് വരുമ്പോൾ ശ്രീരാമേട്ടൻ ജീവിച്ചിരിപ്പുണ്ട്. എഴുത്തുകാരനെ സത്യത്തിൽ ഈ കൃതി അട്ടിമറിക്കുകയാണോ? അല്ല, അത് ശരിയാണ്. ഈ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ടൊരു ബന്ധമില്ല എന്ന് പറയുന്നത് ഇപ്പോൾ റഫീഖ് അഹമ്മദും ശ്രീരാമേട്ടനും ഒക്കെ ഇതിലൊരു പ്രധാന കഥാപാത്രങ്ങളല്ല, അല്ലല്ലോ. അനിലിനെ വായിച്ചാൽ അറിയാം. പക്ഷേ അതിലുള്ള കഥാപാത്രങ്ങൾക്ക്, ആ കഥയെ കൊണ്ടുപോകുന്ന രാധാകൃഷ്ണോ ചന്ദ്രികയോ തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് ബന്ധമില്ല എന്നേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ രാധാകൃഷ്ണൻ എന്നുള്ളൊരു ആളില്ലാത്തത് കൊണ്ട് വി കെ ശ്രീരാമൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. വി കെ ശ്രീരാമൻ ഇങ്ങനെ ഒരു മാൾട്ടിയെ പറ്റി എഴുതിയിട്ടില്ല. റഫീഖ് അഹമ്മദിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്ലംബർ വന്നിട്ടില്ല. അതൊക്കെ സങ്കല്പങ്ങളാണ്. അപ്പോൾ ആ രണ്ട് പേരുകൾ ഇത് ഫിക്ഷൻ അല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ അവിടെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ ഇടങ്ങളിൽ വളരെ സർക്കാസ്റ്റിക് ആയി കൂടെ പോകുന്നുണ്ട്. അത് എഴുതി പോകുമ്പോൾ ഈ മിസ്ഡ് കോളിൻ്റെ ബന്ധം പോലും ഇല്ല എന്ന് പറയുന്ന പോലെ ഒരുപാട് സർക്കാസ്റ്റിക് ആയ പ്രയോഗങ്ങൾ, ഒരുപക്ഷെ വളരെ സറ്റേറിക്കലായിട്ട് കൂടി പല കാര്യങ്ങളും, കാരണം KR ഗൗരിയമ്മയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയ സന്ദർഭങ്ങളെ സർക്കാസ്റ്റിക് ആയിട്ടും സറ്റേറിക്കലായിട്ടും കൂടെ. അത് കേരളം ഗൗരി ഭരിക്കും, അതായത് 87 കേരം തിങ്ങും കേരളനാട് KR ഗൗരി ഭരിക്കട്ടെ എന്നുള്ള ഒരു മുദ്രാവാക്യം ആ ഒരു കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ആ 87 തുടക്കം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കാണിക്കാൻ വേണ്ടി പറഞ്ഞു പോയ കാര്യങ്ങളിലൊന്നാണത്. അപ്പം വായിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ നോക്കിയിട്ട് പറയാം, ഇത് സത്യത്തിൽ രമണനും ഇതുപോലെ അല്ലേ, അല്ലെങ്കിൽ എന്താ പറയാ തിരുനെല്ലൂരിന്റെ റാണിയും ഇതുപോലെ അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പാട്ട് നോവലല്ല, ഇതൊരു ആഖ്യാന കവിതയാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി? ഞാൻ പാട്ട് നോവൽ എന്ന് എഴുതിയത് കൊണ്ട് ഇതിൽ ഒരു കഥ പറയാനാണ് ഉപയോഗിച്ചത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ കവിത എന്ന് പറയുന്ന സങ്കല്പം ഇതല്ല എന്നൊരു ബോധ്യത്തിലാണ് ഞാനിതിനെ പാട്ട് എന്ന്, അത് എൻ്റെ ബോധ്യത്തിൽ നിന്ന് വന്നതാണ്. ഇതൊരാൾ കവിത എന്ന് വിളിച്ചത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാനിതിനെ കവിത എന്ന് വിളിക്കുന്നില്ല. കാരണം കുറേ കൂടി ഒരു കവിതയുടെ കുറേ കൂടി ഒരു ധ്വന്യാത്മകമായിട്ടുള്ള കുറേ ലെയറുകളുള്ള അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ കവിതയെ കൺസീവ് ചെയ്യുന്നത്. ഇത് കുറേ കൂടി ഒരു കഥ പറയാൻ ഉപയോഗിച്ച ഇത് ഇനി കവിത എന്നതിലപ്പുറം പാട്ട് എന്നതിലപ്പുറം ഇത് പദ്യമാണ്. പദ്യത്തിൻ്റെ ഒരു ഫോം, പദ്യത്തിൻ്റെ ഒരു ഘടന ഞാനിതിൽ കഥ പറയാൻ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ഒരിക്കലും കവിത എന്ന രീതിയിൽ ഞാൻ കൺസീവ് ചെയ്തിട്ടില്ല. പദ്യത്തിൻ്റെ ഒരു സങ്കേതം ഞാൻ ഉപയോഗിച്ചു. അപ്പോൾ അത് കുറേ കൂടി പാട്ടിനോടാണ് ചേർന്ന് നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് രമണനെയും മറ്റേ റാണിയൊക്കെ അപേക്ഷിച്ച് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള ഒരു അഭിപ്രായം, സത്യത്തിൽ അതെന്ന് പറയുന്നത് ഒരു കവിത എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. രമണനിൽ നിന്ന് റാണിയിൽ നിന്നും ഈ പുസ്തകത്തിന് അതിനേക്കാളും അധികം നിൽക്കുന്നൊരു മൂല്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഇത് പക്ഷെ പ്രണയ കഥ എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിന്റെ അനാവരണമാണ്. സത്യത്തിൽ ആ അനാവരണം നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് നമ്മളൊരു സാഹിത്യ സൃഷ്ടി എന്നുള്ള രീതിയിൽ വായിച്ച് കാലങ്ങളെ അല്ലെങ്കിൽ ആ ചരിത്ര സന്ദർഭങ്ങളെ കണ്ടെടുക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടും. പക്ഷെ ഇതിനകത്ത് സാഹിത്യ പാഠം ഇങ്ങനെ പിറകിൽ നിൽക്കുകയും ചരിത്ര പാഠം ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നമ്മളിലേക്ക് വരികയും, ഒരു നവചരിത്രവാദ സങ്കല്പം അനുസരിച്ച് ഒരുപക്ഷെ മറ്റു കൃതികളെക്കാളും ഇതിന്റെ മേന്മ കൂടി ഉണ്ട് എന്നെന്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടി പറയാം. അനിൽ വളരെ നന്നായിട്ടുള്ളൊരു കുറിപ്പ് അനിൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ വായിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. നല്ല ഒരു കുറിപ്പ്, വലിയ സന്തോഷമുണ്ട്. അപ്പം അതുപോലെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരാളാണ് ഈ പുസ്തകം വായിച്ചിട്ട് VK ശ്രീരാമേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എടാ എൻ്റെ കഥ വായിച്ചു, നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്.
അപ്പം ഇത് ഒരു പാട്ട് പദ്യത്തിൻ്റെ ഒരു മൂശയിൽ എഴുതപ്പെടുകയും ഇത് കഥയായി വായിക്കാൻ പറ്റണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് കാരണവും കുന്നംകുളത്തുള്ള എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഈ കുന്നംകുളത്തുള്ള സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു കച്ചവടക്കാരനാണ്, നാട്ടിൽ കച്ചവടം ചെയ്യുന്ന, എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന, പേര് പറയുന്നില്ല. അപ്പോൾ ഇവൻ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇപ്പം നമ്മുടെ ഒരു പാട്ടൊക്കെ ഹിറ്റായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ചോദ്യം, നിൻ്റെ പാട്ട് ഹിറ്റായി എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഹിറ്റായ പൈസ എന്തെങ്കിലും കൂടുതൽ കിട്ടുമോ? ഇല്ലടാ. ഇപ്പം എന്തപ്പോൾ കിട്ടുക പാട്ട് എഴുതുകയെന്ന് വയ്ക്കുക, 1,00,000 ഉറുപ്പിക കിട്ടുമോ? അതൊന്നും കിട്ടില്ലടാ. അപ്പം പക്ഷേ എൻ്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ആദ്യത്തെ കഥാസമാഹാരം ഇറങ്ങിയ സമയത്ത്, എടാ നിൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല, നമ്മളെ ബിജോയുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടു എന്ന് പറഞ്ഞു. ആ ഇതൊരു പുസ്തകം ഉണ്ടത് എന്ന് ചോദിച്ചു. അല്ല ഒരു കവിത, നമുക്കൊന്നും വായിക്കാൻ മനസ്സിലാവില്ല കേട്ടാ, എന്തിനാണ്ടത് കഥയൊക്കെ എഴുതിയ പോലെ, നമ്മൾ കവിത ഒന്നും എഴുതിയാൽ വായിക്കാൻ പറ്റില്ല കേട്ടാ എന്ന് പറഞ്ഞു. അപ്പം ഇവനെ പോലുള്ള 1-2 പേരെ എനിക്കറിയാം. ഒരു പദ്യത്തിലൊരു സാധനം എഴുതിയിട്ട് ഇവനെ കൊണ്ടൊക്കെ ഇത് വായിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത കൂടി ഇത് എഴുതുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവനെ വായിപ്പിക്കുക? അപ്പം ഞാനിങ്ങനെ ഓരോ വരി എഴുതുമ്പോൾ ഇത് അവന് വായിക്കാൻ പറ്റുമായിരിക്കുമോ എന്ന് വിചാരിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകം അവനെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ട്. അവനത് കുഴപ്പമില്ലടാ, ഇത് നീ കവിത എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊക്കെ വായിച്ചാൽ മനസ്സിലാവുണ്ടല്ലോ എന്ന് പറഞ്ഞവനത് കഴിഞ്ഞിട്ട്. അപ്പോൾ അവൻ വായിച്ച് മനസ്സിലായി എന്ന് പറയുന്നത് ഞാനൊരു ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ സന്തോഷത്തോടെയാണ് ഇതിൽ സ്വീകരിച്ചത്. അപ്പോൾ അതുകൂടി ഒരു വഴിയായിട്ടുണ്ട്. ഇതിങ്ങനെ ഒരാളെങ്ങനെ ഇത് വായിക്കും എന്നും ഇപ്പോൾ ഈ ഒരു കുന്നംകുളം താജ്മഹൽ എഴുതുന്ന സമയത്ത് ഞാൻ നോക്കിയിരുന്നു. കാരണം അതിനൊരു കാരണം നമ്മൾ വേറൊന്നും കൂടി പറയാം. നമ്മളിപ്പോൾ പാട്ട് എഴുതാൻ ചെല്ലുന്ന സമയത്ത് പല സംവിധായകരും പറയുന്നത്, ആദ്യം തന്നെ പറയുന്നത് കവിത വേണ്ട എന്നാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജിൽ മതി എന്ന് പലരും ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് പാട്ട് എഴുതുമ്പോൾ. അപ്പോൾ ഇത്തരം നമ്മൾ അങ്ങനെ കാണുന്ന ചില സ്പെസിമനായിട്ട് ഇന്ന് ചില സംവിധായകരും ഇവനെ പോലുള്ള സുഹൃത്തുക്കളും ഇത് എഴുതുമ്പോൾ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇതിൻ്റെ പ്രതി, അവൻ ഈ സോഡാ ഗ്ലാസ് കണ്ണടയൊക്കെ വെച്ചിട്ടാണ് കടയിലിരിക്കുന്നത്. 2, 3, 4, 7, 4, 3, 7 അക്ഷരമൊന്നും അവനറിയില്ല, വെറും കണക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ ഈ സോഡാ ഗ്ലാസ് കണ്ണടയ്ക്ക് വായിക്കാൻ പാകത്തിന് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ വലിയ അക്ഷരമാക്കി പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ അവനെ കൊണ്ട് അവനെ കൊണ്ട് ഇത് വായിപ്പിക്കുകയും ചെയ്തു. ഒരു 20 ദിവസത്തെ ശ്രമകരമായ ജോലി. പക്ഷെ അവനത് വായിക്കാൻ പറ്റിയെന്നുള്ളതാണ്, അവൻ വായിച്ചിട്ട് മനസ്സിലായി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ജ്ഞാനപീഠം. ഞാൻ അനിൽ ഒരു തലം പറഞ്ഞപ്പോൾ ഈ കവിതയുടെ ഒരു തലം ഞാൻ അതിനെ മറികടക്കാൻ എങ്ങനെ ഇവരെ മറികടക്കുകയല്ല, പദ്യത്തിൽ നിന്നുകൊണ്ട് ഇവരെങ്ങനെ വായിപ്പിക്കുക എന്നൊരു ചിന്ത കൂടി ഇതിലുണ്ടായിരുന്നു എന്ന് മാത്രം. അർത്ഥമുള്ളതല്ല കവിത, അർത്ഥത്തിന് അപ്പുറമുള്ളതാണ് കവിത എന്നൊരു സങ്കല്പം. പക്ഷെ ആ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും കവിത ദുർഗ്രഹമായി മാറുന്ന ഒരു കാഴ്ചയിൽ മനസ്സിലാവാത്ത രീതിയിൽ എഴുതിയാലേ അത് കവിതയാകൂ എന്നൊരു ബോധ്യങ്ങളെ കൂടെ നമ്മൾ അട്ടിമറിക്കുന്ന ഒരു കാലമാണ്. വളരെ ജനകീയമായ രീതിയിൽ സാഹിത്യത്തെ പുനർനിർവചിക്കാനും, കാരണം ജനകീയമായിരിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ അനിലേട്ടൻ ഇവിടെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ പുറമേ വായിക്കുമ്പോൾ സാഹിതീയത വളരെ ഇതായി നിൽക്കും, എന്നാൽ ഉപരിപ്ലവമായി ഒതുങ്ങാതെ അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ചരിത്രത്തിൻ്റെ സാമൂഹികതയുടെ അടരുകളെ സൂക്ഷിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഒരു സാഹിത്യകൃതിയെ വർത്തമാനകാലത്തിൽ മൂല്യമുള്ളതാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോലെ ആമുഖങ്ങൾ ഓരോ പാട്ടിൻ്റെ മുന്നിലും നിങ്ങൾ പുസ്തകം വായിക്കാൻ വേണ്ടി കൂടിയാണ്. കാരണം 8ാം പാട്ടിൻ്റെ ആമുഖം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലാത്തതുകൊണ്ട്, അത് ഞാൻ കൃത്യമായി എഴുത്തുകാരൻ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ അത് കറക്റ്റ് ആവുള്ളൂ, ഞാൻ വായിച്ചാൽ അത് ശരിയാവില്ല. ചന്ദ്രികയും രാധാകൃഷ്ണനെയും റാബിയ 3 കട്ട ടോർച്ചടിച്ച് വെളിച്ചം കാണിച്ച് നട്ടുച്ചയ്ക്ക് വലിയ വരമ്പ് കടത്തി മണ്ണാർക്കുളത്തിൻ്റെ അവിടെ എത്തിച്ചു. ഈ നടക്കുന്ന വഴിയിലൊക്കെ ടട്ടട്ടെ ടടൻ ടെടേൻ ടെൻ എന്ന മ്യൂസിക് മനസ്സിലോർത്ത് സേതുരാമയ്യരെ പോലെയാണ് അവർ നടന്നത്. അങ്ങനെ ഇത്തരത്തിൽ ഓരോ പാട്ടിന് മുന്നിലും ആമുഖങ്ങളുണ്ട്. വായനക്കാരനെ വളരെ സ്മൂത്ത് ലാൻഡിങ് എന്ന് പറയുന്നത് പോലെ ആ പാട്ടിൻ്റെ ആ അധ്യായത്തിലേക്ക് എത്തിക്കുന്ന എങ്ങനെയാണ് ഇങ്ങനൊരു ആമുഖം കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഈ ആമുഖങ്ങൾ ഇറ്റ് ഈസ് ഇൻ ഇറ്റ് സെൽഫ് എ ലിറ്റററി പീസ് എന്ന് പറയാവുന്ന രീതിയിലാണ് എല്ലാ പാട്ടിൻ്റെയും ആമുഖ ശകലങ്ങൾ എഴുതിയിട്ടുള്ളത്. അതിലേക്ക് വന്നതും കൂടെ ഈ ഒന്നാമത്തെ കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സോഡാ ഗ്ലാസ്സിന് കമ്മ്യൂണിക്കേറ്റ് ആവണം
എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ എവിടെയോ കിടക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതൊരു ഒരു ഈ ഒരു ലാൻഡിങ് നോട്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ മലയാള മനോരമയും മംഗളമൊക്കെ വരുന്ന സമയത്ത് കഥ ഇതുവരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സാധനം അല്ലെങ്കിൽ ഇപ്പോൾ പൂതപ്പാട്ടിലെ എടശ്ശേരി തന്നെ തുടക്കത്തിൽ ഇങ്ങനെ ഒരു എഴുതിയിട്ടാണ് ഇങ്ങനെ ഒരു സന്ധ്യാനാമവും കഴിഞ്ഞ് എന്നൊക്കെ പറയണ പോലെ. അതെ. അപ്പോൾ അങ്ങനെ ഓരോ അധ്യായത്തിലും ഒരു സേഫ് പൊസിഷൻ എടുത്തതാണ് ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ അതൊരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഭാഷ ഉപയോഗിച്ച് ഈ 3 ഘട്ട ടോർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറുടെ 3 ബാറ്ററി ഉള്ള ടോർച്ച് തന്നെ. അപ്പോൾ പിന്നെ അതിൽ ചില ഈ കൊട്ടലാമടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളുണ്ടാവും. എന്താണെന്ന് എനിക്ക് ഇന്ന് വരെ അറിയില്ല. ഇപ്പം നമ്മളെ പ്രായമായിട്ടുള്ള അമ്മാവന്മാരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ഒരു കൊട്ടലാമടി എടുത്ത് തല്ലണം എന്ന് പറയും. അപ്പം അങ്ങനെ ഉക്രാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നിനുള്ളൊരു എന്താ പറയുക, നമ്മൾക്കൊരു പെട്ടെന്നിനുള്ളൊരു ഒരു എർജ് എന്നൊക്കെ പറയില്ലേ, എന്താ നിൻ്റെ ഒരു ഉക്രാണം എന്ന് കേൾക്കണ. അത് അവിടെ നമ്മുടെ ഭാഗത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടോ എന്ന് എനിക്കറിയാം. വേറെ നമ്മുടെ അവിടെയൊക്കെ കേൾക്കുന്ന ഓരോ ഭാഷകളാണ്. ഇത്തരത്തിലുള്ള വാക്കുകളുടെ ഒരു തമാശ ഉപയോഗിച്ച് അത് എഴുതിപ്പോയി കഴിഞ്ഞാൽ അതൊന്ന് ലാൻഡ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു പോയതാണ്. അതങ്ങനെ എല്ലാ സ്ഥലത്തും എഴുതി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഫ്ലാഷ് ബാക്കും കട്ട് ബാക്കും ഒക്കെ വരുന്ന സമയത്ത് അതും കുറേ എഴുതാൻ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായനക്കാരന് കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ച് എഴുതിയതാണ്. അതാണ് ഈ അടിക്കുറിപ്പ് വരാനുള്ള ഒരു സാധനം. ഒരർത്ഥത്തിൽ എഴുത്തിനെ സംബന്ധിച്ചിട്ടൊക്കെ നിലനിൽക്കുന്ന കുറേ പരമ്പരാഗത ധാരണകളെ അത് തകിടം മറിക്കും. കാരണം എഴുത്തെന്ന് പറഞ്ഞാൽ വളരെ ദിവ്യമായിട്ടുള്ള ഒരനുഭവമായി ആരോ കൈപ്പിടിച്ച് ഇങ്ങനെ നമ്മളെ കൊണ്ട് അബോധം എഴുതിക്കുന്ന ഒരു പ്രക്രിയയാണെന്നുള്ളൊരു വാദത്തെ മറിച്ചിട്ടിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന മേതിൽ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ എഞ്ചിനീയറിംഗ്, ഭാഷാ എഞ്ചിനീയറിംഗ് കൂടെ അതുപോലെ ഇത് പിന്നെ വളരെ കോൺഷ്യസ് ആയി നടത്തുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ ആദ്യം അതിനൊരു പ്ലാൻ ഉണ്ടാക്കുകയും അതിലെന്തൊക്കെ വേണം ചെയ്തു അത് ഡിസൈൻ ചെയ്ത് അതിന് റിസർച്ച് നടത്തുന്ന ഒരു മെക്കാട്ട് പണിയും പോലെ ബുദ്ധിപരമായ ഒരു മെക്കാട്ട് പണിയുമാണ് ഈ എഴുത്ത് എന്നുള്ളൊരു സാധനം വിജയകരമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ്. ഈ ഒരു പ്രക്രിയക്കിടയിൽ എപ്പോഴെങ്കിലും കവി കയറിയിട്ട് ഇടപെട്ടു ഈ എഴുത്തുകാരനെ, അല്ലെങ്കിൽ പാട്ടെഴുത്തുകാരൻ, കവി, നേരത്തെ ഞാൻ പറഞ്ഞ മറ്റ് കോൺഷ്യസ് ആയിട്ട് എഴുതുന്ന ഒരു വർക്കർ, ലിറ്റററി വർക്കർ എന്നൊക്കെ പറയാവുന്ന ഒരുപാട് സാഹിത്യ പണിക്കാരൻ, കവിതാ പണിക്കാരൻ ആ ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപെടലുകൾ അതിനകത്തുണ്ടായത്. ഇതിൽ കയറി ഇടപെടാൻ വരുന്ന സ്ഥലത്തൊക്കെ ഞാൻ പരമാവധി കവിയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു ഏറ്റവും അടിസ്ഥാനം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത് കവിതയിലായതുകൊണ്ട് ആ സാധനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടാവാം. പക്ഷേ ഈ വരുമ്പോഴൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് പാട്ട് എഴുതുമ്പോൾ ശീലമുള്ളത് ചില സംവിധായകരെ മുന്നിൽ കണ്ട് കവിതയെ നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരവസ്ഥ നിങ്ങളെക്കാളും കൂടുതൽ എനിക്ക് വേണ്ടി വരാറുണ്ട്. നമ്മൾ കവിത വന്നാൽ അയ്യോ കവിത വന്നു എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ട ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. കാരണം മുമ്പിൽ നിന്നുള്ള ഒരാളിൽ നിന്ന് രക്ഷപ്പെടലാണ് ആവശ്യം. പക്ഷെ ഇതിലങ്ങനെ ഒരാളില്ലെങ്കിൽ പോലും ചില സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ കവിതയുടെ ഒരു അംശങ്ങളും കുറച്ച് പോയറ്റിക് ആവലും ഒക്കെ വന്നിട്ടുണ്ടാവും. ഞാനിത് പോയറ്റിക് ആവാതിരിക്കാനുള്ളൊരു ശ്രമം എന്ന് വിചാരിച്ച് തന്നെയാണ്. അങ്ങനെ ഞാൻ ഇതിൽ വിചാരിച്ചിരുന്നു അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട്. എന്തിനാണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഉണ്ടാവും, കഥ വായിക്കും. പക്ഷേ എന്നാലും ഈ കവി കയറി വന്നിട്ടുണ്ട്. രാഹുൽ ദ്രാവിഡ് പറയുന്ന പോലെ നമ്മൾ എന്താ പറയുക, ഒരു ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ എത്രയൊക്കെ കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മൾ നിന്നാലും, നിങ്ങൾ എത്ര പ്രതിഭയുള്ള കളിക്കാരനാണെങ്കിലും ഒരു കളിയുടെ 15 മിനിറ്റ് നിങ്ങളെ സഹായിച്ചു കൊണ്ടുപോകുന്നത് ഭാഗ്യമാണ്. കാരണം ഈ വരണ പന്ത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളതിൽ എഡ്ജ് ചെയ്യാമെന്ന് പറയണ പോലെ ഇതിൻ്റെ പല ആദ്യത്തെ ഘട്ടത്തിൽ ഓരോ ഘട്ടങ്ങളിലും ഈ കവിത വരും. അത് നമ്മുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ, അത് വന്നിട്ടുണ്ട്. ഞാൻ വളരെ പണിയെടുത്തൊരു കാര്യം ഇതിലൊരു ഘട്ടത്തിലും ഒരു കവിയെ മാറ്റി നിർത്തുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഓരോ ഭാഗത്തും പ്രവർത്തിച്ചൊരു കാര്യമാണ്. കാരണം പദ്യം അത് തീർച്ചയായിട്ടും ഇപ്പം ഇത് വേണമെങ്കിൽ കവിതയാണെന്ന് ഒരു ചർച്ചയിൽ ഒരാൾ ചോദിച്ചു, ഇതിന് എന്തുകൊണ്ടാണ് കവിത എന്ന് പറയാത്തത് എന്ന് ചോദിച്ച പോലെ
ഇത് കവിതയല്ല എന്നുള്ള, എൻ്റെ കവിത ഇതല്ല എന്നുള്ള ബോധം കൊണ്ടാണ്. അതുപോലെ തന്നെ എന്നിലെ കവി എന്ന് പറയുന്നതിനൊന്ന് മാറ്റി നിർത്താനുള്ള ശ്രമം കൂടി ഞാൻ ഇതിൽ നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ നമ്മൾ ഈ ചർച്ച ആരംഭിക്കുക വളരെ ന്യൂനപക്ഷമായ ഒരു ചെറിയ സദസ്സിലാണ് നമ്മൾ തുടങ്ങുന്നത്. തീർച്ചയായും വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊരു കുറച്ചുകൂടെ തീർച്ചയായും കുറച്ചുകൂടെ വിശദവും വിശാലവുമായ ചർച്ചകൾ ആവശ്യപ്പെടുന്ന ഒരു കാലവുമാണ്, ആവശ്യപ്പെടുന്ന ഒരു പുസ്തകവുമാണ് എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രസക്തമായ പല ആശയങ്ങളും ഉരുത്തിരിയുന്നത് വളരെ ന്യൂനപക്ഷം ഇരിക്കുന്ന ചെറിയ വേദികളിലാണ്. അത്തരത്തിൽ നോക്കിയാൽ തീർച്ചയായും ഒരു വളരെ വിശാലമായ ഒരുപാട്, കാരണം ഞാൻ വായിച്ചത്, ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥി എന്നുള്ള നിലയിലും ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ വളരെ പരിമിതമായ വായനകളാണ്. പക്ഷെ അതിനേക്കാൾ വളരെ ആഴത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു എഴുത്തുകാരനും മറ്റ് സാഹിത്യ ലോകത്ത് തന്നെ നിൽക്കുന്ന ഒരുപാട് ആളുകളും ഉണ്ടായിരുന്ന ഒരു സദസ്സായിരുന്നു. അപ്പോൾ തീർച്ചയായും ഞാൻ വീണ്ടും ഒന്നുകൂടെ ചോദിക്കുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും ഈ അവസരത്തിലും നിങ്ങൾക്കിതിലേക്ക് സംഭാവന ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്തിടെ വായിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ, വളരെ മനസ്സ് നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. കാരണം ഞാൻ പറയാനുള്ള കാരണം, ആദ്യമേ മാഷിവിടെ വന്ന് പുസ്തകം തുടങ്ങുമ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു പുസ്തകം കിട്ടിയോ, അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. എന്നെയും ഇന്നലെ ഞങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു പുസ്തകം കിട്ടിയോ. ഞാൻ പറഞ്ഞു കിട്ടി, ഇന്നലെ തന്നെ കിട്ടി സാർ. അതല്ല, വായിച്ചിട്ട് പുസ്തകം ഉള്ളിലേക്ക് കിട്ടിയോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വായനക്കാരനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന പുസ്തകം തന്നെയാണിത് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. വായിച്ചിട്ടുള്ള ആർക്കും സംശയം ഉണ്ടാകേണ്ടതില്ല. കാരണം കാലഘട്ടം കുറച്ച് വ്യത്യസ്തമാണ്. 1980-കളുണ്ട്, 2020, കോവിഡിന് ശേഷമുള്ള കാലഘട്ടം നമുക്കൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ എൻ്റെ തലമുറയിലുള്ളവർക്ക് കുറച്ചുകൂടെ അറിയാവുന്ന കാലഘട്ടമാണ്. 80-കൾ അങ്ങനെയല്ല. പക്ഷേ സുപരിചിതമല്ലാത്ത കാലഘട്ടത്തെയും സുപരിചിതമായ കാലഘട്ടത്തെയും ഒരുപോലെ വായനക്കാരുമായി സംവദിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആസ്വാദന ക്ഷമത നൽകാൻ, അല്ലെങ്കിൽ ആസ്വാദന സാധ്യതകൾ തുറന്നിടുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും കുന്നംകുളം താജ്മഹൽ എല്ലാവരും ഒരുപാട് വായിക്കപ്പെടട്ടെ, ഒരുപാട് ചർച്ച ചെയ്യപ്പെടട്ടെ. കുന്നംകുളം താജ്മഹൽ മറ്റൊരുപാട് പ്രദേശങ്ങളിലെ താജ്മഹൽ എഴുതാനിരിക്കുന്ന ഒരുപാട് എഴുത്തുകാർക്ക് പ്രചോദനമാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, എല്ലാവർക്കും നന്ദി. എഴുത്തുകാരന് പ്രത്യേകം നന്ദി. കൂടെ ഇരുന്ന കാഴ്ചക്കാർക്കും എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരുപാട് സന്തോഷം. ഈ ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നിവിടെ നടക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 8-ാമത്തെയോ 9-ാമത്തെയോ ചർച്ചയാണ്. കുന്നംകുളത്ത് നടന്നു, തൃശ്ശൂർ, കണ്ണൂർ നടന്നിരുന്നു, കോഴിക്കോട് വെച്ച് നടന്നു, ഇങ്ങനെ എറണാകുളത്ത് നടന്നു. അപ്പോൾ ഇങ്ങനൊരു പുസ്തകമായിട്ട് നടക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ്. അത് എത്ര ചെറിയ കൂട്ടങ്ങളും വലിയ കൂട്ടങ്ങളും അതിൻ്റെ ഒപ്പം ഇവിടെ വന്ന് ഇങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. പ്രത്യേകിച്ചും ഇവിടെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള, സിദ്ധാർത്ഥമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതും, OPയെ പോലുള്ളവരും ഡി അനിൽകുമാർ, ഇങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ എത്തി സംസാരിക്കാൻ പറ്റുന്നത്. ഒരുപാട് പുസ്തകങ്ങൾക്ക് ഇടയിലിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത് വലിയ സന്തോഷം.